ഹലോ ഫ്രണ്ട്സ്, പെർസേഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ഗെക്കോൻ്റെ വീഡിയോ ആണ്. ഡേ ഗെക്കോ എന്ന് പറയുന്നത് നമ്മുടെ പച്ചപ്പല്ലി. അത് വന്നിട്ട് കുറച്ച് നാളായി, പക്ഷേ നമ്മളന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്കും അതിൻ്റെ വാല് മുറിഞ്ഞു പോയി. ഇപ്പോൾ വാല് രണ്ടാമത് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ആ സ്റ്റേജും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കിവീനെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം അല്ലേ? കിവി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടേ. കിവിന് ഇവിടെ വരുന്നവരൊക്കെ കിവിനെ നന്നായിട്ട് കളിപ്പിക്കട്ടോ. എല്ലാവരെയും പെറ്റാണ്. നമ്മൾ വിളിക്കുമ്പോൾ വരുന്നതാണ് ചേട്ടാ. കിവി ബാടാ. തൊടണോ? തൊട്ടേക്കോ ഇഷ്ടനാ? ഇതിൻ്റെ പേരെന്താ പറയട്ടെ? നിങ്ങൾ ആരെങ്കിലും ഷീറ്റ്സ്? ഓക്കെ. ഇവരുടെ വീഡിയോ ആരെങ്കിലും കാണാറുണ്ടോ? നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ഷിറ്റ്സു. ഇതിൻ്റെ പേര് കിവി. തൊട്ടോ? മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ടുണ്ടല്ലേ? നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാ? ഓക്കെ. ഏത് സ്കൂള്? ഉളമേരി. ഓക്കെ. എന്താ കൈക്ക് പറ്റിയേ? വീണു പോയതാ? ശ്രദ്ധിച്ച് നടക്കണേ, വീണ് വീണക്കല്ല കേട്ടാ. ഇതാ ആൻ്റെ കൂടെ നമ്മളെ രാമൻ്റെ കൂടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടാ. രാമനാകെ വീണ് പൊട്ടി. പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് ശരിയാക്കി വെച്ചതാണ് കേട്ടോ. പക്ഷെ രാമൻ്റെ കൂടെ എല്ലാവർക്കും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇതാണ് കേട്ടോ. എല്ലാവരും ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കും കണ്ടാ, കംപ്ലീറ്റ്. അതുപോലെ നമുക്ക് ഡേ ഒക്കെ കാണാമെന്നല്ലേ? വാ. അതുപോലെ എല്ലാവരും മീനിനെ ഫീഡ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും ഇങ്ങനെ വന്നവർക്കൊക്കെ മീനിൻ്റെ ഫീഡും കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ മീനും ഫുള്ളി ടൈംഡാണ്. നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. നമ്മൾ എൻട്രൻസിൻ്റെ കൂടെ തന്നെ ഫുഡ്, അതുപോലെ ഒരു ബേർഡിനെ അല്ലെങ്കിൽ ഏതെങ്കിലും പെറ്റിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള പാസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടേ. ഇത് നമ്മളെ മരുമോൻ കേട്ടോ, പങ്ങടെ മോൻ നദീം. മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, എന്നെക്കാളും വലുതായി. ഞാൻ തന്നെ ഒരു 1.5 മനുഷ്യനാണ്, ആജാനുബാഹു. പല ആളും വീഡിയോയിൽ കണ്ടിട്ട് തന്നെ പറയണ്ടേ ഇത്ര വലിയ മനുഷ്യനോന്നു നേരെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ. ഓക്കെ. ആൾക്കാർ നോക്കി ചിരിക്കുന്നുണ്ട്, ആജാനുബാഹു എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് രാവിലെ അല്ല കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. കുട്ടികളുടെ സീസൺ ആയതുകൊണ്ട്, സ്കൂൾ സീസൺ ആയതുകൊണ്ട് പാക്കേജും കാര്യങ്ങളിലായിട്ട് കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. വാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ ഗെക്കോ. ലെപ്പേർഡ് ഗെക്കോ താഴെ ഉണ്ട്, നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചാണ്. നമ്മൾ മെയിലിന് ഫീമെയിലിന് സെപ്പറേറ്റ് ഇവിടെ. ലെപ്പേർഡ് ഗെക്കോൻ്റെ ഫീമെയിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ, മെയിൽ അപ്പുറത്തെ സൈഡിലുള്ളൂ കേട്ടോ. ഓ, അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ഇതേപോലെ പിന്നെ മറ്റേത് അടിച്ചിട്ടാണ് പാല് പൊട്ടിപ്പോയത്. ഓ, കടിക്കാൻ നോക്കുന്നുണ്ടാ? ആളെല്ലാം മറന്നുപോയിന്ന് തോന്നുന്നു, കുറേ നാൾ എടുക്കായിട്ടത്. ഓക്കെ. അതുപോലെ ഇതിൻ്റെ എൻക്ലോസർ നമ്മൾ എല്ലാ രീതിയിലും എല്ലാ സംവിധാനവും സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഡെക്കേക്കോൻ്റെ ഒരു പ്രത്യേകത എന്ന് അറിയാം, അത് ഏറ്റവും മിനുസമായ പ്രതലത്തിലൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ മേലെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇവരുടെ എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡ്, ഫ്രണ്ട് ഭാഗം അധികം ആൾക്കാർക്ക് കാണാൻ പറ്റൽ കുറവാണ്. ഓക്കെ. അതുപോലെ ഇതിൻ്റെ വാല്, ഇതിൻ്റെ കൈ നോക്കിയേ, വിരലിൻ്റെ അടിയിലുണ്ട് ഇങ്ങനെ. അത് പ്ലെയിൻ ആയിട്ടുള്ള പ്രതലത്തിൽ ശരിക്കും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ആ രീതിയിലുള്ള വിരലുകൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ രസമില്ല, ഗ്ലാസ് ആയതുകൊണ്ട് ശരിക്കും മനസ്സിലാകുന്നില്ല അല്ലേ? നമുക്ക് പുറത്തേക്ക് തിരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എടുക്കുക. നല്ല ഓട്ടക്കാരാണേ, ഇങ്ങനെ കാണാനൊന്നും നോക്കണ്ട, ഓടിയാൽ പിന്നെ നോക്കണ്ട. അതേപോലെ ഇവരുടെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. കാണുന്നില്ല? ഇങ്ങോട്ടേക്ക് എടുത്ത് ഇപ്പുറം നിന്നു. ഇങ്ങനെ തുറക്കാം, ഇങ്ങനെ തുറക്കാം. ആ, കാണുന്നില്ലേ? അതേപോലെ ഇതുണ്ടോ, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പിടിക്കുമ്പോൾ മറ്റേ സ്കിന്നിൻ്റെ തട്ടിപ്പോയിട്ട് ആ സ്കിന്ന് പറഞ്ഞു വന്നാ കേട്ടോ. ശരിക്കും ഒരു വെൽവെറ്റിൻ്റെ മേൽഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നില്ലേ, അതേപോലെ വരാം കേട്ടോ. ഓക്കെ. ഇവൻ്റെ വാല് കറക്റ്റായിട്ടുണ്ടേ. അതുപോലെ നല്ലോണം അടുത്ത് ക്യാമറ വെച്ച് ഇതിൻ്റെ പ്രിൻറ്റ് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഇങ്ങനെ ആ ഡോട്ട് കാര്യങ്ങളെല്ലാം കാണും. അത് കണ്ട ഭയങ്കര രസം ആ പ്രിൻറ്റുകൾ. അതുപോലെ ഹെഡെല്ലാം കണ്ട അത്യാവശ്യം നല്ല സൈസുള്ള ഹെഡാണ്. അതുപോലെ വിരലിൻ്റെ ഫ്രണ്ട്, നേരത്തെ ഉൾഭാഗമല്ലേ കണ്ടേ, ഈ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ, കാണുന്നുണ്ടോ? ഓ, അതുപോലെ മുഖവും ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ ഫേസ് നോക്കിയ ഫേസ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കാണിച്ച്. അതുപോലെ നല്ല ഉരുണ്ട കണ്ണ്. പല്ലി എന്ന് പറയുമ്പോൾ നമുക്കൊരു വെറുപ്പും കാര്യങ്ങളുണ്ട്, പക്ഷേ ഇതിനെല്ലാം കാണുമ്പോൾ നമുക്ക് എടുത്ത് കയ്യിലെടുക്കാൻ തോന്നും കേട്ടോ. അത്ര ഭംഗിയുള്ള സാധനമാണ്. അതേപോലെ വാല് പൊട്ടിയിട്ട് വരുന്നതിൻ്റെ ഭാഗ്യത അതിൻ്റെ ശരിക്കും കണ്ടോ ആ പോർഷനിൽ. പിന്നെ നമ്മൾ ഈ പച്ചക്കളർ വരണം അത്ര കേട്ടോ. ഇതാ
പാല് കംപ്ലീറ്റ് വന്നു. ഇതൊന്നും ഉണ്ടായില്ല കേട്ടോ, ഫുള്ള് വന്നതാണിപ്പോൾ. അവർ അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് ശരിക്കും നമ്മുടെ ചെറിയ ഇൻസെക്റ്റ്, നമ്മുടെ വേംസ് എല്ലാം അങ്ങനത്തെ എല്ലാം കഴിക്കും. പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കഴിക്കും കേട്ടോ. ഫ്രൂട്ട്സൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കഴിക്കും. അവരുടെ ഡയറ്റ് മെയിനായിട്ട് ഇത് തന്നെയാണ്, ഇൻസെക്റ്റ് തന്നെയാണ്. നോക്കിയേ എന്ത് രസം നോക്കിയേ. അതേപോലെ നമ്മൾ ചെറിയ സ്പീഡൊന്നുമല്ലേ, ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ അവർ പ്രേമിക്കുന്നതാ. കണ്ടാ, എല്ലാവർക്കും ഇഷ്ടമായിനാ. അതുപോലെ നമ്മൾ എൻക്ലോസർ സെറ്റ് ചെയ്തത് നല്ല ചെടിയും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്ത്, ഹീറ്റ് പാഡ് വെച്ച് കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് വേണമെന്ന് അവരുടെ ബ്രീഡിങ്ങിന് ആവശ്യമായ മണൽ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ UAE നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ഗക്കോൻ്റെ തന്നെ മണലാണ് ഇത്, ഇവർക്കായിട്ട് വരുന്നതന്നെ. അതന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നല്ല വെറ്റ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് കുറച്ച് ഗ്രീനറിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ UV സെറ്റ്, UVൻ്റെ ആവശ്യമില്ല, ഹീറ്റ് പാഡ് മാത്രം മതി. അങ്ങോട്ടൊന്നും പോയേക്കല്ല മുത്തേ, ഓടിയാൽ പിന്നെ കിട്ടൂല. അതേപോലെ നല്ല കടിയെന്ന് പറഞ്ഞിട്ടാ നമ്മൾ മിസറിന് നല്ല കടിയെല്ലാം കിട്ടിയിട്ട് പണിയാക്കി. അവിടെ എല്ലാത്തോട്ട് പോയിക്കോ. ആ തൊടുറാ, തൊടുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടാ. നല്ല ശരിക്കും വെൽവെറ്റ് തന്നെ, പ്രീമിയം വെൽവെറ്റ്. പോടാ. ഓ, കടിക്കാണ്ട് കടി വാങ്ങാതെ എങ്ങനെല്ലാം മുന്നോട്ട് പോകാന്നുള്ള ക്ലാസ്സാണ് കേട്ടോ. ഇങ്ങോട്ട് പോടാ കടിക്കണ്ട. ഓക്കെ, രണ്ടാളും ഒരേപോലെ നിന്നിട്ടുണ്ട്. നല്ല ബസ് പാർക്ക് ചെയ്ത പോലെ പാർക്ക് ചെയ്തിട്ടതാ. ഇതാ ഭംഗി എങ്ങനെയുണ്ട്. പോണി. അപ്പോൾ നമുക്ക് ഇത് കുറേ ലോങ് ആയിപ്പോയല്ലേ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു പോയല്ലേ. ഓക്കെ, നമുക്ക് തന്നെ ഒരു കന്നാസനയിൽ കാണണമെന്നുണ്ട്. കന്നാസനയിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നോക്കുന്നത് എന്താണെന്ന് മനസ്സിലായാ? ഇവരെല്ലാവരും നമ്മളെ ടെഗുവിൻ്റെ ഷെഡിങ്ങാണ് കാണുന്നത്. അവർക്ക് ഷെഡിൻ്റെ പുറത്തെടുത്തിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഷെഡ് ചെയ്യുന്നത്. അടുക്കെടുത്ത് നല്ല ഇതാ നോക്കിക്കോ. ഇതണ്ട ഈ നാക്കുന്ന കുട്ടികൾ അത് ഈ തൊലി പറഞ്ഞു വരുന്നിട്ട് ഇതെന്താന്ന് മനസ്സിലായാ? ഇതാണ് അർജന്റൈൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു എന്ന ഇതിൻ്റെ പേര്. ഇതിപ്പോൾ കാണുന്നത് ഇതിൻ്റെ തൊലി ഉരിക്കുന്നതാണ്. എന്നാൽ പാമ്പൊക്കെ കളയുന്നില്ലേ, അതേപോലെ ചിലപ്പോൾ ഇനി നല്ല സ്ട്രെസ്സുള്ള സമയമാണ് ഇത്. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് നോർമലി എടുക്കാറൊന്നുമില്ല. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടും കുട്ടികൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്താ കേട്ടോ. ഓക്കെ, കടിക്കൂ വേണ്ട പറഞ്ഞു വേണ്ട. ഇപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ നല്ല കളർ വരും. ഇതിൻ്റെ ശരിയായ കളർ കണ്ട അടിയിൽ. സാധാരണ അല്ലെങ്കിൽ ഈ മേലെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കും കളർ കാണാൻ പറ്റില്ല. കണ്ടാ, ഇതിപ്പോൾ ഇത് പൊഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർ വരുതാ. വേണോ? വേണ്ട. ഇതിൻ്റെ പേരെന്താ? പഠിച്ചാൽ നോക്കട്ടെ. എന്താ പേര്? അർജന്റൈൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു. നമ്മൾ ഉടുമ്പിനെല്ലാം പോലെ നാവെല്ലാം നീട്ടി നോക്കുന്നുണ്ടോ? നാവ് ഉണ്ടാകുന്ന ഇവർ സെൻസ് ചെയ്യാം. ഭക്ഷണമോ കാര്യങ്ങളൊക്കെ ഇതറി നാവ് ഉണ്ടാകും സെൻസ് ചെയ്യുക. അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കാം. ഓക്കെ, ഇഷ്ടമാ? സ്കിൻ നല്ല ശരിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് പിന്നെ സ്കെയിൽ പൊഴിച്ചു വിട്ട പോലെ ഫീൽ ചെയ്യും അല്ലേ കാണുന്ന ആൾക്ക്. എന്നെ കൊല്ലും ഞാൻ അവിടെ നോക്കിട്ടാ
ഞാൻ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നപ്പോൾ കാര്യമായിട്ട് എന്നോട് പറയുന്നത് വീഡിയോ ഇടാറില്ല, 5 ദിവസമായാലും വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ആഴ്ചയിലൊരു വീഡിയോ ഇടലെന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞ് എൻ്റെ അനിയൻ ഫുള്ള് വീഡിയോ കാണലുണ്ട്, അവനെ പറ്റി എന്തെങ്കിലും പറയണോ അല്ലേ? എന്താ പേര് എൻ്റെ? ദേവർഷിക്കിന് ഇതാ പിന്നെ ദാബിക്കാൻ്റെ ഹായ് കേട്ടോ അല്ലേ? ആ, എത്ര ക്ലാസ് പഠിക്കുന്നു മോനെ? അനിയൻ 4 വന്നിട്ടില്ല. ഓക്കെ, അന്ന് ടൂറിന് വന്നില്ല, ഇന്നില്ല. ഓക്കെ, അപ്പോൾ അനിയന് വേണ്ടിയിട്ട് കേൾക്ക എനിക്ക് കഴിയുന്നു കേട്ടോ. അപ്പോൾ കന്നാസിനെ കാണാൻ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വേംസ് നമ്മളെ മറ്റേ ഇതാ നമ്മളെ ടിമോണിന് കൊടുക്കാം. മീർക്കറ്റ് ഇതാ നല്ല എണീറ്റിരിക്കുന്നതാണ്, നല്ല രസമല്ലേ? ഇതാ ബാ പോലെ ബാ. അപ്പോൾ വിളിക്കുമ്പോൾ ഓടി വരുവേ. ബാബാ ടിമോൺ കം. അതിങ്ങോട്ട് വിളിക്കാം. ടിമോൺ ബാ. ആയി വാ, ഗുഡ് ബോയ്. കറക്റ്റ് പഠിച്ച് വരാൻ വേണ്ടിയിട്ട്. അത് എണീറ്റിരിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. ബാബാ ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ അവിടുന്ന് വിളിക്കുന്ന ചോദിച്ചാൽ അങ്ങോട്ടേക്ക് നേരെ വരും. ഇതാണ് 2 സ്ഥലവും നമ്മൾ വിളിക്കുന്നത്. ബാ ബാ, പുറത്തേക്ക് ഇറങ്ങൂല, ഇവിടെ വന്ന് ഇവിടെ നിൽക്കൂ. ബാ ബാ ഇതാടാ ഇതാ കൈക്ക് കടിയിട്ടല്ല നടക്കിടക്ക്. ബാബാ ബാബാ ബാടാ ബാ ടിമോൺ ബേബി ബാ ബാ ബാ. അയ്യോടാ നഖത്തിനടിക്കും. ബാ അടുന്നോട്ടെ ബാ. അപ്പോൾ നമുക്ക് കന്നാസിനെ കാണാൻ പോവാം. കന്നാസിന് നമ്മൾ ഒരു കിടിലൻ കൂടലുണ്ടാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളി കൂടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കന്നാസിനെ അവിടത്തേക്ക് നമുക്കിന്ന് മാറ്റാം. ഇന്ന് കന്നാസിൻ്റെ കൂടിൻ്റെ ഇനോഗ്രേഷനാണ്. ഇവരെല്ലാം നല്ലതായിട്ട് ഉറക്കും കേട്ടോ, പകൽ നല്ല ഉറക്കമായിരിക്കും അധിക സമയത്ത്. എന്താ പറഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ ഇവനെ ഇതിൻ്റെ മേലേക്ക് ഇതൊക്കെ ഏതാ ഉറക്ക് ബെഡിൽ കിടന്നിട്ട് ശരിക്കും കാണിക്ക്. നല്ല ആസ്വദിച്ച് ഉറങ്ങുന്നതല്ലേ. ഇവരെല്ലാം രാത്രി നല്ലോണം വർക്കൗട്ട് ചെയ്യുന്നല്ലേ, ഫുള്ളായിട്ട് തുറന്നു വിടുന്നല്ലേ. അപ്പോൾ ആ തുറന്നു വിടുന്നതുകൊണ്ട് ഇവർ പകൽ സമയത്ത് കൂടുതൽ ഉറങ്ങും കേട്ടോ. അതുകൊണ്ട് ചില ആൾക്കാരെല്ലാം വരുമ്പോൾ ഇവർ ഉറങ്ങുന്നുണ്ട്. അത് അധിക സമയത്ത് ഈ ഉച്ചയ്ക്ക് ഉറങ്ങാം, രാവിലെയും വൈകുന്നേരമെല്ലാം ആക്റ്റീവ് ആയിരിക്കും. ഉച്ച സമയത്ത് കൂടുതൽ ഉറങ്ങുന്നുണ്ടാവും. അതേപോലെ ഇവിടെ നമ്മൾ പുതിയ കേജും കാര്യങ്ങളിൽ പണിയുന്നുണ്ടേ. ഇതാ ഏകദേശം ആയി. ഇതെന്ന് പറഞ്ഞാൽ ലോറിയാണ്, ലോറി കിറ്റ്സാണ് ഫുള്ളായിട്ട് വരാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഫുഡ് എടുക്കുന്ന രീതിയിലേക്ക് ആക്കുന്ന കേട്ടോ. അത്യാവശ്യം വലിയ കേജ് തന്നെ. ഇത് നമ്മൾ സ്മോൾ കൊണൂറിന് നമ്മൾ അപ്പുറത്ത് ഫോട്ടോ എടുക്കുന്ന സെഷൻ ഇടത്തേക്ക് തന്നെ മാറ്റിയാണ് കേട്ടോ. ഇത് അവർക്ക് നല്ല കൂട് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ, ഫുള്ള് സെറ്റ്. ഓക്കെ അല്ലേ? അതേപോലെ നമ്മൾ ഒട്ടകത്തിന് ഇവിടുന്ന് മാറ്റി നമ്മൾ ഫുള്ളായിട്ട് പിന്നെ മേലെ ഇത് ചെയ്തതുകൊണ്ട്, ഷീറ്റ് ചെയ്തതുകൊണ്ട് ഒട്ടകത്തിന് വെയിൽ കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി നമ്മൾ ഇവിടെ ഒരു കുതിരയും ഇവിടെ എമു ആക്കുന്നു. അപ്പോൾ കുതിരനെ എല്ലാ സമയത്തും നമ്മൾ കൂട്ടിലിടാത്തത് കൊണ്ട് തന്നെ യമുവിന് ഫുൾ ടൈം തുറന്ന് ഇങ്ങനെ നടക്കുക. രാത്രി മാത്രം യമുവിന് ഈ ചെറിയ സ്ഥലത്തേക്ക് മാറ്റും. ചെറിയ സ്ഥലമല്ല കേട്ടോ, അത്യാവശ്യം വലിയ കേജ് തന്നെയാണ്. ഇനി നമുക്ക് കന്നാസിൻ്റെ കൂട്ടിലേക്ക് പോവാം. നമ്മളെ മരയിൽ ഇടം വരെ എത്തിയിട്ടാ. ഇതാ മരം എങ്ങനെയുണ്ട്? മരങ്ങളെല്ലാം അത്യാവശ്യം പന്തൽ പോലെ ആയിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി കയറാനുണ്ട് കേട്ടോ. കുറച്ചും കൂടി കയറിയാൽ ഭയങ്കര രസമായിരിക്കും. അതേപോലെ നമ്മൾ മുളയെല്ലാം കണ്ടില്ലേ, ഇതാ മുളയെല്ലാം അത്യാവശ്യം ഹൈറ്റ് വന്ന് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രസമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കന്നാസിന് വേണ്ടി ഉണ്ടാക്കിയ കൂട്. എന്ന് പറഞ്ഞാൽ കന്നാസാണ് ഇപ്പോൾ ഈ ഏരിയ കൈകാര്യം ചെയ്യുന്നത്. ചില ദിവസം കന്നാസ് ഉണ്ടാവും, ചില ദിവസം നമ്മൾ റൂബി ഉണ്ടാവും. ഇവർ രണ്ടാളും ഒക്കൂല എന്നുള്ള കാര്യം അറിയാമല്ലോ, ഭയങ്കര അടിയാണ് രണ്ടാളും. അപ്പോൾ ഒരു ദിവസം കന്നാസിനിടും, ചില ദിവസം റൂബിനിടും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടും. അവർക്കുള്ള കേജാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സെക്ഷൻ രാത്രി മൊത്തം ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഓരോ ഏരിയയാണ് ഓരോരാൾക്ക്. അപ്പോൾ ചില ടീം ഒപ്പരം ഇല്ലാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അപ്പുറം ഇപ്പുറം മാറ്റിയിടുന്നതാണ്.
ഇനി നമുക്കൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മളെ പപ്പായ എന്തായി നോക്കണ്ടേ? വാ, നമ്മൾ മെയിൻ്റനൻസ് ഇവിടെ സ്ഥിരമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ നമ്മൾ ഏട്ടന്മാർ ഇവിടെ തന്നെ കേട്ടോ, പിന്നെ വേറെ എടി പണിക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലേ അമ്മോ? ഓക്കെ, അവർ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ആയി. അതുകൊണ്ട് നമ്മൾ കയ്യുകനൊക്കെ ഉണ്ടാ, കയ്യുകടക്ക് നമ്മൾ പുറത്തിറക്കിയിട്ട് ഇപ്പോൾ വളർത്തുന്നത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ കയ്യുകടക്കിതാ. അതേപോലെ തന്നെ നമ്മളെ പപ്പായ മരം കണ്ട എല്ലാം അത്യാവശ്യം നല്ല വലുതായി. അപ്പോൾ നമുക്കൊരു പപ്പായ പിടിച്ചത് കാണിച്ചു തരാം. വാ, നല്ല വെള്ളയിലടിച്ച് സെറ്റപ്പാണ് കേട്ടോ. കംപ്ലീറ്റ് കുറേ പപ്പായ പിടിച്ചിട്ടുണ്ടേ. ഇവിടെ നല്ലോണം പിടിച്ചൊരു പപ്പായ ഉണ്ട്. ഇങ്ങോട്ട് കേട്ടോ. ഈ തോട്ടത്തിലെല്ലാം ഇങ്ങനെ വരുമ്പോൾ പ്രത്യേക ഒരു രസമാണ് കേട്ടോ. ഒരു മനസ്സിനൊരു സന്തോഷവും. ഈ പെറ്റ്സിനെയും പിന്നെ ഇതിനെല്ലാം വളർത്തുന്നവർക്കും അതേപോലെ ഈ ചെറിയ ചെറിയ കൃഷിയെല്ലാം ചെയ്യുന്നവർക്ക് മനസ്സിലാവട്ടെ. വലിയ കൃഷിക്കാർക്കല്ലേ ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ കുഞ്ഞ് ഇതുപോലെ പപ്പായ പിന്നെ ഇതൊക്കെ വളർത്തുന്ന മത്തനൊക്കെ വളർത്തുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പപ്പായ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ നമ്മളെ ജീവികൾക്കെല്ലാം തന്നെ തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം ഉണ്ട്. അതുപോലെ ആൺപപ്പായും ഉണ്ട്, കുറച്ച് ആൺപപ്പായും പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇലയും നമ്മൾ പരമാവധി കട്ട് ചെയ്തിട്ട് നമ്മളെ ഇഗ്വാനക്കും ഇവർക്കെല്ലാം കൊടുക്കുന്ന ഇലകൾ ഇതുണ്ടാ. നല്ല അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ എല്ലാം ഉണ്ട്. ഇതാ അവിടെ കുറേ നമ്മൾ പറിച്ച് എന്താ ഇവിടെ ഉണ്ട്. ആ ഭാഗത്തിൽ കുറേ എണ്ണം പറിച്ചിട്ടുണ്ട്. എല്ലാം കണ്ട കുറേ എണ്ണം ഇളകിയിട്ട് വന്നാൽ എല്ലാം നമ്മൾ പറിച്ചാണ്. കുറേ എണ്ണം ഉണ്ട് അത്യാവശ്യം. ഈ മരത്തിൽ ഈ മരം കണ്ട നല്ല രസീല മരം. ഇതാ മേലെ വരെ ഉണ്ട് കേട്ടോ. ഇനിയും പൂടുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പപ്പായത്തോട്ടം. നമ്മളെ വളവും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉള്ളതാണ്. നമ്മളെ പിന്നെ ചാണകവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഇതിനൊക്കെ നോക്കുന്നത്. അതുപോലെ നല്ല രീതിയിൽ നമ്മൾ വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുന്നുണ്ട്. കന്നാസിനെ കാണിക്കാൻ പറ്റും. കന്നാസിനെ കാണിച്ചിട്ടല്ലേ, വേറെ എന്തെല്ലോ കാണിച്ചേ. ഇതിങ്ങനെ കാണിച്ചേ, നല്ല രസമില്ലേ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ. അതുപോലെ നമ്മൾ ഇനിയും ഏരിയ ഇങ്ങനെ പച്ചക്കറി കൂട്ടാനുള്ള പരിപാടി ഉണ്ട്. അഭിപ്രായം പറയണേ എല്ലാവരും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ. അത് നമ്മളൊരു നിങ്ങളെ അഭിപ്രായവും നമ്മളെ പ്രചോദനം. ഓക്കെ, അപ്പോൾ കന്നാസിനെ കാണിക്കട്ടെ. വാ, ഈ പുതിയ കൂടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട് കാണണോ? വലിയ മറ്റേ ഭാഗ്യയിലെ സഞ്ചയത്തിനെ കൊണ്ടുവരുന്ന മാതിരിയാണ് മിസർ കന്നാസിനെ എടുത്തിട്ട് വന്ന് വലിയ ചെയിനിലിട്ടിട്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇങ്ങനെ കാണുന്ന നോക്കണ്ട, ഭീകരനാണ് ഭീകരൻ. ഓരോ ഓട്ടോടിയാലുണ്ടല്ലോ. ഒരു മിനിറ്റ് സൗണ്ട് ആക്കല്ലേ. അല്ല അതെടുത്തോ അല്ല ഞാൻ വെച്ച് മറ്റേ മെഷീൻ ഉണക്കിയൊക്കെയല്ലെന്ന് പറഞ്ഞത്. ഐഷ്, കന്നാസ് അന്നും ഇന്നും ഈ ഒരു സൈസ് തന്നെ ഉള്ളൂ കേട്ടോ. സിറ്റ് സിറ്റ്. നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുണ്ടാ. ഭയങ്കര അലേർട്ടാണ് ആള്. ഇല്ല എടുത്തൊന്നുമല്ല, പ്രശ്നമൊന്നുമല്ല. നീ അടിരിക്കി. വാ, സിറ്റ്. ഗുഡ് അപ്പ്. ഗുഡ് ബോയ്. എനിക്ക് പുതിയ കൂട് വേണ്ടേ? എൻ്റെ പുതിയ കൂട് കാണിച്ചേരാ. വാ നടന്നു, ഇങ്ങനെ നടന്നു. വാ ഇങ്ങനെ എടുക്ക്. വാ. നോ. വാ കനാസ് സിറ്റ് അപ്പ്. സെറ്റ് കനാസ് അപ്പ്. ഗുഡ് ബോയ്. അപ്പോൾ നമുക്ക് പുതിയ കൂട്ടിലേക്ക് കയറാമല്ലോ. വാ, പുതിയ കൂട്ടിലേക്ക്. എടാ കന്നാസിനെ 1-2 ട്രീറ്റ് എടുത്തടാ. എന്നാൽ കൂട്ടിക്കേറ്റ് ട്രീറ്റ് കൊടുത്താലേ അവന് സേഫാന്ന് മനസ്സിലാവും. കന്നാസ് ഗെറ്റ് ഇൻ. വാ, പുതിയ കൂട്ടിലേക്ക് ഈസി ആയിട്ട് കയറിന്. പിന്നെ നമ്മളെ ഭയങ്കര വിശ്വാസം തോന്നി. എപ്പോൾ നമ്മളങ്ങനെ ഇടങ്ങാറാക്കല്ലല്ലോ അവനെ, അല്ലേ? നമുക്ക് ചെയിനെല്ലാം അയക്കാലോ. ഇതൊന്നും വേണ്ട, നീ ഫ്രീ ആയിട്ട് നിന്നോ. ചെയിനൊന്നും വേണ്ട. ഓക്കെ, ഗുഡ് ബൈ. ഇഷ്ടമായിനാ? സിറ്റ് അപ്പ്. ഗുഡ്. കന്നാസിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, അല്ലേ? ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കൈ പിടിക്കുന്നുണ്ടാ? പിടിക്ക്. മറ്റേ ആ റോട്ടിൻ്റെ വീഡിയോകൾ കാണുന്നവരൊക്കെ പാപ്പം കൊട്ടാൻ. ഗുഡ് ബോയ്. കന്നാസിനെ കാണാത്ത കുറേ ആൾ ചോദിക്കുന്നുണ്ട് എന്നെ. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ. അടിയിരുന്നേ. സിറ്റ്. വെയിറ്റ് ചെയ്തേട്ടാ. ഓടാനായിട്ട് നോക്കി കിട്ടും തന്നെ ഒന്നാ. ഇറങ്ങി ഓടേണ്ട പരിപാടിയാണ്. വെയിറ്റ്. സ്റ്റേ.
ഗുഡ് ബോയ്. ആ ഗുഡ് ബോയ്. അടുക്കി നോ അടുക്കുന്നോ, കുഴപ്പമൊന്നുമില്ല. അവസരം കിട്ടി ഓടും, എല്ലാവരെയും പേടിപ്പിക്കും, അതാ പ്രശ്നം. ഇപ്പോൾ കുറേ വിസിറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നീ ഇന്ന് ഓടണ്ട, ഇനി ഞാൻ രാവിലെ വിടാം കേട്ടോ. ഓക്കെ ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അടുന്നു പോകുന്നില്ല. ഇല്ലടാ, എനിക്ക് ട്രീറ്റ് തരാം, നീ അടുക്ക് ട്രീറ്റ് തരാം കേട്ടോ. നമ്മൾ കന്നാസിന് ട്രീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടേ. കന്നാസ് മോനെ വാ, അടുക്കി സിറ്റ്. ഗുഡ്. അതേപോലെ കന്നാസിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാ, അടിരുന്ന് എന്നെ അടിക്കും ഞാൻ. മേലെ ഫുള്ള് കവേർഡാണ്, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, ഇവന് ആൾ പോക്കിരായതുകൊണ്ട് ചാടിയിട്ട് പെട്ടെന്ന് പോകും പുറത്തേക്ക്. എടാ എൻ്റെ മേത്ത് മുട്ടാൻ പാടില്ല, കണ്ട ഇതല്ലേ പ്രശ്നം, ഇതൊക്കെ ഇതാണ് പ്രശ്നം, അങ്ങനെ മുട്ടാൻ പാടില്ല. അത് നമ്മളിങ്ങനെ കളിപ്പിക്കാൻ വരുന്ന സമയത്ത് മാത്രമേ കയറി പിടിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങനെ ട്രെയിനിങ് കൊടുത്തേ. പക്ഷേ നോ, ഇത് കുറേ നാൾ കൂടിയിട്ട് കാണുമ്പോൾ പ്രശ്നം. നോ സിറ്റ്, ഇറങ്ങാൻ പറ്റില്ലേ. ഗുഡ് ബോയ്. നോ 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 വെയിറ്റ് അപ്പ്. ഗുഡ് ബോയ്. ഏയ് നോ സിറ്റ്. അപ്പ്. ഗുഡ്. നോ സിറ്റ്. അടന്നില്ലാണ്ട് ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഏയ് നോ നോ നോ. അപ്പ്. ഗുഡ് ബോയ്. എല്ലാവരും കണ്ടില്ലേ, കന്നാസിന് എല്ലാവരും കണ്ടില്ലേ, മതി. നോ സിറ്റ്, സ്റ്റേ. ഗുഡ് ബോയ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കന്നാസിൻ്റെ പോ പ്രിൻസ്? അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ ബൈ.